തിരിച്ചു പോരുമ്പോ ഉണ്ടായിരുന്നത് ഇവിടെ വന്ന് സെറ്റ് ചെയ്യണതാണ്. ആകെ 40,000 രൂപയാണ് കയ്യിൽ അസറ്റ് ഉണ്ടായിരുന്നത്. പ്രവാസം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ 40,000 രൂപ മാത്രമേ ഉള്ളൂ. അതിലെന്താ വെച്ചാല് ഞാൻ പോയത് അങ്ങനെ അസറ്റിന് വേണ്ടിയല്ല, 2 പെങ്ങന്മാരെ കല്യാണം കഴിക്കാൻ വേണ്ടിയാ പോയത്. അതൊക്കെ അൽഹംദുലില്ലാ. ഉപ്പ മരിച്ചിരുന്നു നേരത്തെ, അപ്പൊ കുടുംബഭാരം നമ്മളെ കയ്യിലായിരുന്നു. 5 പെങ്ങന്മാരുണ്ടായിരുന്നു. എത്രാമത്തെ വയസ്സിലായിരുന്നു അത്? 2000 ഉപ്പ മരിച്ചു. അപ്പൊ നിങ്ങൾക്ക് വയസ്സ് അപ്പൊ ഒരു റിസൾട്ട്സ് കഴിഞ്ഞേ ഉള്ളൂ. കഴിഞ്ഞു തന്നെ. അപ്പം കുടുംബത്തിന്റെ ഭാരം മൊത്തം നമ്മളെ ആൺകുട്ടിയായിട്ട് നിങ്ങൾ മാത്രം ചെറിയ ആളായിരുന്നു ഞാൻ. ആ ഒരു പ്രതിസന്ധിയെ നിങ്ങൾ എങ്ങനെ തരണം ചെയ്തു? പിന്നീട് നമ്മളെന്താ വെച്ചാല് പഠനത്തിൽ കുറച്ച് പിന്നിലായിരുന്നു. പിന്നീട് പിന്നെ നമ്മൾ അങ്ങനെ ആഴത്തിലേക്ക് കുറച്ചുകൂടി പഠിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായി. അങ്ങനെ തിരിച്ചു വന്നു പഠനത്തിലേക്ക്. ഈ എഞ്ചിനീയറിംഗ് മേഖല നേരത്തെ താല്പര്യം ഉണ്ടായിരുന്നു. ഈ ജോലി പഠനം ഒരു വരുമാനത്തിന് വേണ്ടി നമ്മളൊരു പടവ്, തേപ്പ്, ഇവരെ ഹെൽപ്പറൊക്കെ പഠനത്തോടൊപ്പം പാർട്ട് ടൈം ജോബ് അങ്ങനെ സംഗതി ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ താല്പര്യം ഉണ്ടായിരുന്നു എഞ്ചിനീയറിംഗ് ഫീൽഡിൽ ഇങ്ങനെ ഒന്ന് പെർഫോം ചെയ്യണം. അതൊരു താല്പര്യമുള്ള മേഖലയായിരുന്നു. അങ്ങനെ ഒരു വർഷമൊക്കെ നമ്മൾ എന്താ ചപ്പത്ത് കഴിഞ്ഞു. പിന്നെ ഒരു വർഷമൊക്കെ ഇങ്ങനെ പണിക്കൊക്കെ പോയി. അതിന് ശേഷം രണ്ടാമതാണ് ഇതിലേക്ക് തിരിച്ചു. അപ്പൊ അങ്ങനെയാണ് പിന്നെ ആ കോഴ്സ് പൂർത്തിയാക്കി. പിന്നെ നമ്മൾ ഗൾഫിലേക്ക് എത്തി. തിരിച്ചു ഇവിടെ വന്നതിന് ശേഷം ആപ്കോ എന്ന എയിമുമാണ് തിരിച്ചു വരുന്നത്.